ഹലോ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു അൽഗോരിതത്തിൻ്റെ കോംപ്ലിസിറ്റി അനാലിസിസ് പിന്നെ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് ആണ്. കോംപ്ലിസിറ്റി ഓഫ് എൻ അൽഗോരിതം. സോ ഒരു അൽഗോരിതത്തിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കലാണ് മെയിനായിട്ട് ഈ കോംപ്ലിസിറ്റി ഓഫ് എൻ അൽഗോരിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു അൽഗോരിതം എൻ സൈസുള്ള ഇൻപുട്ടിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം സമയം എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം സ്പേസ് എടുക്കുന്നുണ്ട്, സ്പേസ് എന്ന് പറയുമ്പോൾ മെമ്മറിയാണ് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ കോംപ്ലിസിറ്റി ഓഫ് എൻ അൽഗോരിതം. നമുക്ക് മെയിനായിട്ട് രണ്ട് തരം കോംപ്ലിസിറ്റീസ് ഉണ്ട്, ടൈം കോംപ്ലിസിറ്റിയും സ്പേസ് കോംപ്ലിസിറ്റിയും. ടൈം കോംപ്ലിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അൽഗോരിതം എൻ സൈസുള്ള ഇൻപുട്ടിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം സമയം എടുക്കുന്നുണ്ട്, അതാണ് ടൈം കോംപ്ലിസിറ്റി. ഇനി സ്പേസ് കോംപ്ലിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അൽഗോരിതം ഒരു എൻ സൈസുള്ള ഇൻപുട്ടിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം സ്പേസ് എടുക്കുന്നുണ്ട്, എത്രത്തോളം മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സ്പേസ് കോംപ്ലിസിറ്റി. ഈ സ്പേസ് കോംപ്ലിസിറ്റി സാധാരണ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽഗോരിതംസ് യൂസ് ചെയ്യുന്ന സ്പേസ് അല്ലെങ്കിൽ മെമ്മറി എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. പക്ഷേ ചില അൽഗോരിതത്തിൽ ഈ സ്പേസ് കോംപ്ലിസിറ്റി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇനി എന്താണ് അനാലിസിസ് ഓഫ് അൽഗോരിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ഒന്നുമല്ല, ചുമ്മാ കമ്പയർ ചെയ്യുക, ആ ഒരു പരിപാടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ അൽഗോരിതം വെച്ച് കമ്പയർ ചെയ്യുക, ഏത് അൽഗോരിതമാണ് ബെസ്റ്റ്, നമ്മൾ ആ ഒരു അൽഗോരിതത്തിൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് കേപ്പബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു അൽഗോരിതം എത്രത്തോളം റിസോഴ്സസ് യൂസ് ചെയ്യുന്നു. റിസോഴ്സസ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ടൈം യൂസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ എത്രത്തോളം മെമ്മറി യൂസ് ചെയ്യുന്നതായിരിക്കാം ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതൊക്കെ നമ്മളിങ്ങനെ നോക്കി ഐഡൻറ്റിഫൈ ചെയ്ത് ഏതാണ് നല്ല ബെസ്റ്റ് അൽഗോരിതം എന്ന് അനലൈസ് ചെയ്യുന്നതാണ് ഈ അനാലിസിസ് ഓഫ് അൽഗോരിതം എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് 3 ടൈപ്പ് ഓഫ് അനാലിസിസ് ഉണ്ട് ഒരു അൽഗോരിതത്തിന്: ബെസ്റ്റ് കേസ്, വേർസ്റ്റ് കേസ് ആൻഡ് ആവറേജ് കേസ്. ബെസ്റ്റ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൽഗോരിതം വളരെ ചെറിയ സമയം മാത്രം എടുത്ത് നമുക്ക് ഔട്ട്പുട്ട് തരും ആ ഒരു പെർട്ടിക്കുലർ ഇൻപുട്ടിന്. മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ ആ അൽഗോരിതം എടുക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. അതാണ് ബെസ്റ്റ് കേസ്. ഇനി വേർസ്റ്റ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൽഗോരിതം കുറച്ചധികം സമയം എടുത്തിട്ടായിരിക്കും ആ ഒരു പെർട്ടിക്കുലർ ഇൻപുട്ടിനെ പ്രോസസ്സ് ചെയ്യുക. ഇനി ആവറേജ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ബെസ്റ്റ് കേസിൻ്റെയും വേർസ്റ്റ് കേസിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു ഇൻപുട്ട് ആയിരിക്കും. ഇനി അടുത്തത് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ്. സോ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് എന്ന് പറയുമ്പോൾ ഒരു അൽഗോരിതത്തിന്റെ കോംപ്ലിസിറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ നൊട്ടേഷൻസ് ആണ് ഈ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് ഈ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൽഗോരിതത്തിനെ എക്സിക്യൂട്ട് ചെയ്യാണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ടൈം കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിലത്തെ നമ്പർ ഓഫ് ഹൈട്രേഷൻസ് കൺസിഡർ ചെയ്യും, അതിൻ്റെ ഫ്രീക്വൻസി നോക്കും, എല്ലാം നോക്കിയിട്ടായിരിക്കും നമ്മൾ ആ ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷെ ഇതെന്ന് പറയുന്നത് ഒരു പ്രോപ്പർ മെത്തേഡ്, സ്റ്റാൻഡേർഡ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് യൂസ് ചെയ്യുന്നത്. ഇത് എന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അൽഗോരിതംസ് കമ്പയർ ചെയ്യാനും അതിൽ നിന്ന് ബെസ്റ്റ് ചൂസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. നമുക്ക് മെയിൻലി 3 ടൈപ്പ് ഓഫ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് ആണുള്ളത്: ബിഗ് ഒ നൊട്ടേഷൻ, ഒമേഗ നൊട്ടേഷൻ, തീറ്റ നൊട്ടേഷൻ. ഇത് കൂടാണ്ട് നമുക്ക് വേറെ 2 നൊട്ടേഷൻസ് ഉണ്ട്, ലിറ്റിൽ ഒ ആൻഡ് ലിറ്റിൽ ഒമേഗ. ബട്ട് നമ്മൾ ഈ രണ്ടധികം യൂസ് ചെയ്യില്ല. മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബിഗ് ഒ, ഒമേഗ ആൻഡ് തീറ്റ ആയിരിക്കും. ബിഗ് ഒ നൊട്ടേഷൻ എന്ന് പറയുന്നത് വേർസ്റ്റ് കേസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ഒ നൊട്ടേഷൻ ഡിസ്ക്രൈബ്സ് ദ വേർസ്റ്റ് കേസ് സിനാരിയോ and it is also known as the asymptotic upper bound of the algorithm. ഇനി ഒമേഗ നൊട്ടേഷൻ എന്ന് പറയുന്നത് it describes the best case scenario and it works on the asymptotic lower bound of the algorithm. ഇനി തീറ്റ നൊട്ടേഷൻ എന്ന് പറയുകയാണെങ്കിൽ അത് ആവറേജ് കോംപ്ലിസിറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് and it describes both the upper bound and the lower bound of the algorithm. ഇനി ഫിഗർ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ തീറ്റ റെപ്രസെൻറ്റേഷൻ ആണ്, അതവിടെ നിൽക്കട്ടെ. നമുക്ക് രണ്ടാമത്തെ നോക്കാം, ഒ നൊട്ടേഷൻ, ബിഗ് ഒ നൊട്ടേഷൻ. സോ ഈ എഫ് ഓഫ് എൻ എന്ന് പറയുന്നതാണ് ഫംഗ്ഷൻ ആൻഡ് സി ജി ഓഫ് എൻ എന്ന് പറയുന്നതാണ് നമ്മുടെ അപ്പർ ബൗണ്ട്. ഓക്കെ, ഇനി ഒമേഗ നൊട്ടേഷനിൽ വരുമ്പോൾ ഈ സി ജി ഓഫ് എൻ എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ലോവർ ബൗണ്ട് ആൻഡ് മേലത്തെ എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ ഫംഗ്ഷൻ ആയിരിക്കും. ഇനി കമ്മിങ് ബാക്ക് ടു ദ തീറ്റ നൊട്ടേഷൻ, എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ നമ്മുടെ ഫംഗ്ഷൻ തന്നെ. ഇനി അടിയിൽ കാണുന്ന C1 ജി ഓഫ് എൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ലോവർ ബൗണ്ട് ആൻഡ് C2 ജി ഓഫ് എൻ എന്ന് പറയുന്നതാണ് അപ്പർ ബൗണ്ട്. സോ ഇതാണ് ബിഗ് ഒ, തീറ്റ ആൻഡ് ഒമേഗയുടെ ഒക്കെ ഒരു ബേസിക് ഒരു ഇൻട്രോ എന്ന് പറയുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വിത്ത് എക്സാമ്പിൾസ് നോക്കാം. സോ ടിൽ ദെൻ, താങ്ക് യു ആൻഡ് ബൈ.